നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിലെ മലയാളി നഴ്സുമാർ തൊഴിൽ പ്രതിസന്ധിയിൽ. ആയിരങ്ങൾ പിൻ നമ്പറുമായി കാത്തിരിക്കുന്നു. ബ്രിട്ടനിൽ യോഗ്യത തെളിയിക്കുന്ന പിൻ നമ്പറുമായി ആയിരക്കണക്കിന് മലയാളി നഴ്സുമാരാണ് തൊഴിലിനായി കാത്തിരിക്കുന്നത്. NHS-ൽ നഴ്സിംഗ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതും ഫണ്ടില്ലായ്മയും ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിവർഷം ആയിരക്കണക്കിന് പുതിയ നഴ്സുമാർ യോഗ്യത നേടി വരുമ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാനേജർമാരുടെ അവകാശം പരിമിതപ്പെടുത്തുന്ന ട്രിപ്പിൾ ലോക്ക് എന്ന നടപടിക്രമം നിയമനങ്ങളെ സാരമായി ബാധിക്കുന്നു. ബാൻഡ് 5 പോസ്റ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളതെങ്കിലും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. റിക്രൂട്ട്മെന്റ് നടപടികൾ മാസങ്ങളോളം നീളുന്നതും ചില ട്രസ്റ്റുകളിൽ മുൻവർഷങ്ങൾ അധികമായി നിയമനം നടത്തിയതിനാൽ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. കേരള നഴ്സസ് UK പോലുള്ള സംഘടനകൾ വിഷയം ചൂണ്ടിക്കാണിക്കുകയും MP-മാർക്ക് പരാതി നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പിൻ നമ്പർ കാലാവധി നീട്ടാനും നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. ലേബർ പാർട്ടിയിൽ പ്രതിസന്ധി. കീർ സ്റ്റാർമറുടെ രാജി ആവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്ത്. ലേബർ പാർട്ടിയിൽ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാകുന്നു. ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മെക്സ്വിനി രാജിവെച്ചതിന് പിന്നാലെ സ്കോട്ടിഷ് ലേബർ നേതാവ് അനാസ് സർവാറാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ രാജി ആദ്യമായി ആവശ്യപ്പെട്ടത്. മാൻഡേഴ്സൺ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരുത്തിയ തെറ്റുകൾക്ക് സ്റ്റാർമർ രാജിവെക്കണമെന്നാണ് സർവാറുടെ ആവശ്യം. പാർട്ടിയിലെ ഭൂരിപക്ഷം മന്ത്രിമാരും സ്റ്റാർമർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ നില പരിങ്ങലിലാക്കിയിട്ടുണ്ട്. ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗും പ്രധാനമന്ത്രിയുടെ ഓഫീസും തമ്മിൽ പുതിയ പോര് ഉടലെടുത്തിട്ടുണ്ട്. സ്റ്റാർമർക്ക് പകരം നേതാവാൻ ഏഞ്ചല റെയ്നർ, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാം, വെസ്ട്രീറ്റിംഗ് എന്നിവരൊക്കെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മാറ്റങ്ങൾക്ക് കാരണമായേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. UK-യിൽ കുടിയേറ്റക്കാർക്ക് ആശങ്ക. ലേബർ സർക്കാർ വീണാൽ PR നിയമം മാറിയേക്കാം. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് റെസിഡന്റ് നിയമം 10 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. നിലവിൽ 5 വർഷമാണ് PR ലഭിക്കാൻ ആവശ്യമായ കാലയളവ്. സർക്കാർ വീഴുകയാണെങ്കിൽ കടുത്ത വലതുപക്ഷ നിലപാടുള്ള റിഫോം UK പാർട്ടി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. അവർ PR സംവിധാനം തന്നെ ഇല്ലാതാക്കുമെന്നും നിലവിലുള്ളവർക്കുള്ള PR റദ്ദാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാലും കുടിയേറ്റക്കാർക്ക് കാര്യമായ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ വിദേശ മലയാളികൾ അടക്കമുള്ള കുടിയേറ്റക്കാർ വലിയ ആശങ്കയിലാണ്. UK-യിൽ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുക്കുന്നത് കുടിയേറ്റ നിയമങ്ങളിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. നോർത്തേൺ അയർലൻഡിൽ മലയാളി യുവാവ് നിര്യാതനായി. നോർത്തേൺ അയർലൻഡിൽ താമസിച്ചിരുന്ന ജോമോൻ മാത്യു ആണ് നിര്യാതനായത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് രാജപുരം സ്വദേശിയായ ജോമോൻ നോർത്തേൺ അയർലൻഡിലെ ആൻഡ്രിമിൽ ഭാര്യ ബിന്ദുവിനും 3 മക്കൾക്കുമൊപ്പം താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം പ്രിയപ്പെട്ടവരെയും അയർലൻഡിലെ മലയാളി സമൂഹത്തെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള കുടുംബത്തിന് താങ്ങും തണലുമായാണ് മലയാളി സമൂഹം ഒപ്പമുള്ളത്. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. വെയിൽസ് A&E വിഭാഗത്തിൽ അത്യാഹിതങ്ങൾക്ക് മാത്രം എത്താൻ നിർദ്ദേശം. വെയിൽസിലെ ഏറ്റവും വലിയ ആശുപത്രിയായ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓഫ് വെയിൽസ് അടിയന്തര വിഭാഗത്തിൽ കടുത്ത തിരക്ക് അനുഭവിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി. അത്യാഹിതങ്ങൾക്ക് അല്ലാത്ത പക്ഷം രോഗികൾ ഈ വിഭാഗത്തെ സമീപിക്കരുതെന്ന് കാർഡിഫ് ആൻഡ് വെയിൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് ബോർഡ് അഭ്യർത്ഥിച്ചു. ചികിത്സയ്ക്കായി കൂടുതൽ കാത്തിരിക്കേണ്ടി വരുമെന്നും അടിയന്തരമല്ലാത്ത എന്നാൽ ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് NHS 111 വെയിൽസ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അറിയിപ്പ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും യഥാർത്ഥ രോഗികൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാനുമാണ് ഈ നടപടി. ബീച്ചിൽ നിന്ന് ജോലി ചെയ്യുന്ന വിദേശ GP-മാരെ NHS നിയമിക്കുന്നു. വിമർശനങ്ങൾ ശക്തം. UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസ് വിദേശങ്ങളിൽ നിന്നുള്ള ജനറൽ ഫിസിഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു. ഓസ്ട്രേലിയ, ഇന്ത്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് UK-യിലെ രോഗികളെ അവരുടെ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചികിത്സിക്കാൻ അവസരം നൽകിയുള്ള പരസ്യങ്ങൾ NHS പുറത്തിറക്കി. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഡോക്ടർമാർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ജോലി ചെയ്യാൻ ഇത് സൗകര്യമൊരുക്കുന്നു. എന്നാൽ ഈ നീക്കം രോഗികളുടെ ആരോഗ്യത്തെ വിദേശത്തെ കോൾ സെൻ്ററുകളിലേക്ക് മാറ്റുമെന്നും രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും വിമർശനം ഉയരുന്നുണ്ട്.
ടെക്നോളജി ഉപയോഗിച്ച് ചികിത്സ നൽകുന്ന ഈ സംവിധാനം UK-യിൽ ജോലി അന്വേഷിക്കുന്ന ഡോക്ടർമാർക്ക് വിസയില്ലാതെ ജോലി നേടാനും സഹായിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. വേതന വർധനവിനായുള്ള സമരം തുടരും. ലാബ് ജീവനക്കാർ വീണ്ടും തെരുവിലിറങ്ങുന്നു. വേതന വർധനവും അധിക ജോലിഭാരവും ആരോപിച്ച് യുണൈറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ആശുപത്രികളിലെ ലാബ് ജീവനക്കാർ വീണ്ടും സമരരംഗത്ത്. വെസ്റ്റ് യോർക്ക്ഷയറിലെ എയർഡേൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ മൈക്രോബയോളജി ജീവനക്കാർ ഡിസംബറിൽ നടത്തിയ സമരത്തിന് ശേഷം വീണ്ടും ഫെബ്രുവരി 9 മുതൽ 11 വരെയും പിന്നീട് 18 മുതൽ 20 വരെയും സമരം പ്രഖ്യാപിച്ചു. നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ജോലിഭാരം വർദ്ധിച്ചതായും യൂണിയൻ ആരോപിക്കുന്നു. ഈ സമരം കാരണം ആശുപത്രികളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും പരിശോധനകളിൽ കാലതാമസം നേരിടുന്നുണ്ട്. വിഷയത്തിൽ പരിഹാരം കാണാൻ ചർച്ചകൾ തുടരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ധനസഹായം 6 ബില്യൺ പൗണ്ടിന്റെ വിടവ് പരിഹരിക്കാൻ സർക്കാർ നീക്കം. സർക്കാർ പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായുള്ള സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനൊരുങ്ങുന്നു. നിലവിൽ 12 വർഷമായി തുടരുന്ന ഈ സംവിധാനത്തിലെ ഫണ്ടിംഗ് വിടവ് ഏകദേശം 6 ബില്യൺ പൗണ്ടാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കാതെ വരുന്നതും രക്ഷിതാക്കൾക്ക് നിയമപരമായി പോരാടേണ്ടി വരുന്നതും കണക്കുകളിൽ വർദ്ധിക്കുന്നു. ഓട്ടിസം പോലുള്ള രോഗനിർണയങ്ങൾ വർദ്ധിക്കുന്നതും ഇതിന് കാരണമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇതിന് രാഷ്ട്രീയപരമായ വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിസന്ധികൾ ഈ പരിഷ്കാരങ്ങളെ ബാധിച്ചേക്കാം. വിദ്യാഭ്യാസ സംവിധാനത്തിൽ സമൂലമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.